ഏറ്റവും പ്രധാനമായി 5 പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോഴുള്ള ഈ ഒരു പ്രദേശത്ത് പൂർണ്ണമായും ആളുകളെ ബ്ലോക്ക് ചെയ്തിട്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞത് റോഡിനെ കുറിച്ചായിരുന്നു. ആ റോഡ് പൂർണ്ണമായും ക്ലിയർ ചെയ്തിട്ടുണ്ട്. JCB ഉപയോഗിച്ചുകൊണ്ട് രണ്ട് ഭാഗങ്ങളിലും മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്തുകൊണ്ട് റോഡ് ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. ഇനി മറ്റ് റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തടസ്സങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ഇനി വലിയ ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ് NDRFിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ സംഘങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെയൊക്കെ നേതൃത്വത്തിൽ തന്നെയാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഇന്നലെ മന്ത്രിമാർ തന്നെ പറഞ്ഞു 4 സോണുകളായി തിരിഞ്ഞുകൊണ്ടാണ് ഈ വിവിധ ഇടങ്ങളിൽ പരിശോധന നടക്കുന്നത്. മണ്ണ് പൂർണ്ണമായും മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും 4 ഭാഗങ്ങളിലായി മണ്ണ് ഒലിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നും ആ മണ്ണൊക്കെ നീക്കം ചെയ്ത് പരിശോധിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള നീക്കത്തിലൊക്കെ തന്നെ ഇപ്പോൾ കടന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ രാത്രി ഏറെ വൈകിയും ഈ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടർന്നിരുന്നു. അത്രയും വൈകിയത് കൊണ്ട് പണി തുടർന്നത് കൊണ്ട് മാത്രമാണ് ഈ റോഡ് പൂർണ്ണമായും ക്ലിയർ ചെയ്യാൻ സാധിച്ചത് എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഇനി രക്ഷാപ്രവർത്തനം കൂടുതൽ സുഗമമായി നടത്താൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് പൊതുജനങ്ങൾക്ക് പൂർണ്ണമായും ഇങ്ങോട്ട് പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. വാഹനങ്ങളൊന്നും തന്നെ ഈ ഒരു ഭാഗത്തേക്ക് കടത്തിവിടുന്നില്ല. സന്നദ്ധ പ്രവർത്തകർക്കും മാധ്യമപ്രവർത്തകർക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും മാത്രമാണ് ഈ പ്രവേശത്തേക്ക് ഇനി പ്രവേശനം ഉണ്ടാവുകയുള്ളൂ. വാഹനങ്ങൾ പൂർണ്ണമായും തടഞ്ഞുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ് ഇന്ന് ഇവിടെ നടക്കുക. 5 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഈ മണ്ണിനടിയിൽ എവിടെയോ ഈ 5 പേർ അകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായ വിവരം. 3 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ആ 3 പേരെ മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയോട് കൂടി തന്നെ ആ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. അതിനുശേഷം മൃതദേഹങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. ഇനി വിമാനം മാർഗം ഓരോ മൃതദേഹങ്ങളും അവരവരുടെ നാട്ടിലേക്ക് എത്തിക്കുമെന്നുള്ളത് മന്ത്രിമാർ തന്നെ പറഞ്ഞിരുന്നു. ജില്ലയിൽ 2 മന്ത്രിമാർ ഇപ്പോഴും ജില്ലയിൽ തുടരുന്നുണ്ട്. ടി സിദ്ദിഖും അനിൽകുമാറും ജില്ലയിൽ തുടരുന്നുണ്ട്. ഉച്ചയോടുകൂടി മുഖ്യമന്ത്രി VD സതീശൻ കൂടി ഈ പറയുന്ന ദുരന്ത മേഖലയിലേക്ക് എത്തുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്റർ മാർഗമായിരിക്കും അദ്ദേഹം വയനാട്ടിലേക്ക് എത്തുക. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടേക്കുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്ഥിതിഗതികൾ ഏതാണ്ട് കൺട്രോളിൽ തന്നെയാണ്. ഇനി 5 പേരെ കണ്ടെത്തുക എന്നുള്ളതാണ് രക്ഷാപ്രവർത്തകരുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ദൗത്യം.